ഹേ ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഐ ഹാവ് ലിവ്ഡ് ഫോർ ബൈ ബർട്ടൺ റൂസൽ. ബർട്ടൺ റൂസൽ ആരാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ബർട്ടൺ റൂസൽ 1872 to 1970 was a British philosopher, mathematician and social reformer who won the Nobel Prize for Literature in 1950. അപ്പോൾ ആരായിരുന്നു ബർട്ടൺ റൂസൽ? അദ്ദേഹം ഒരു ബ്രിട്ടീഷ് തത്വചിന്തകനും അതുപോലെ തന്നെ ഗണിതശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കരണ പ്രവർത്തകനുമായിരുന്നു ഈ ബർട്ടൺ റൂസൽ. അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടി 1950. Russell's contribution to logic, epistemology, and the philosophy of the mathematics established him as one of the foremost philosophers of the 20th century. അപ്പോൾ എന്താണ് പറയുന്നത്? യുക്തിചിന്ത എന്നാൽ ലോജിക്, അറിവിനെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അതുപോലെ ഗണിതശാസ്ത്ര, തത്വചിന്ത എന്നിവയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ കാരണം 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രമുഖ തത്വചിന്തകരിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെടുന്നു. Originally published in 3 volumes, Russell's autobiography is widely regarded as one of the most compelling and vivid memoirs of the age. Memoirs എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. അപ്പോൾ 3 ഭാഗങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയവും ആകർഷകവുമായ ആത്മകഥകളിൽ ഒന്നായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ കണ്ടിരുന്നത്. അതാണ് നമ്മുടെ ഇത്രയും ഭാഗത്ത് ബർട്ടൺ റൂസലിനെ പറ്റിയിട്ട് പറയുന്നത്. ഇനി നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്ക് മുൻപുള്ള ഒരു പ്രൊലോഗാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രൊലോഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പ്രൊലോഗ് മീൻസ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൈറ്റിങ്സൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിന് മുൻപ് നമ്മുടെ ഓഥർ നമുക്കായിട്ട് എഴുതി തരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ആ വർക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ വർക്കിനെ കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഈ പ്രൊലോഗ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ബുക്കിലെ ആദ്യത്തെ ഭാഗം. വാട്ട് ഗിവ്സ് മീനിങ്സ് ടു അവർ ലൈവ്സ്. ഒരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിന് എന്താണ് ഒരു മീനിങ് തരുന്നത്? വാട്ട് ഗൈഡ്സ് അവർ ചോയ്സ് ആൻഡ് ഡ്രീംസ്. നമ്മുടെ ചോയ്സുകളും നമ്മുടെ സ്വപ്നങ്ങളും എന്തിലേക്കാണ് ഗൈഡ് ചെയ്യുന്നത്? ബർട്ടൺ റൂസൽ സ്പീക്സ് അബൌട്ട് 3 ഗ്രേറ്റ് പാഷൻസ് ദാറ്റ് ഷേപ്ഡ് ഹിസ് ലൈഫ് ഇൻ ദിസ് പ്രൊലോഗ്. ബർട്ടൺ റൂസൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ ഷേപ്പ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. യു മേ തിങ്ക് അബൌട്ട് ദ വാല്യൂസ് ദാറ്റ് ഗൈഡ് യു ടു. നിങ്ങളോട് പറയാണ്, നിങ്ങൾക്കും ചിന്തിക്കാം നിങ്ങളിലുള്ള വാല്യൂസ്. ഓക്കെ. വാട്ട് ഐ ഹാവ് ലിവ്ഡ് ഫോർ. ബർട്ടൺ റൂസൽ. 3 പാഷൻസ്, സിമ്പിൾ ബട്ട് ഓവർവെൽമിംഗ്ലി സ്ട്രോങ്, ബട്ട് have governed my life: the longings for love, the search for knowledge, and unbearably pity for the suffering of mankind. These passions, like great winds, have blown me hither and thither in a wayward course over a great ocean of anguish, reaching to the very verge of despair. അദ്ദേഹം പറയാണ് 3 പാഷൻസ്, 3 പാഷൻ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള വികാരം, ഒരു സ്ട്രോങ് ഫീലിംഗ് ആണ്. അദ്ദേഹത്തിന് 3 കാര്യങ്ങളായിരുന്നു പാഷൻ. സിമ്പിൾ ബട്ട് ഓവർവെൽമിംഗ്ലി സ്ട്രോങ്. ലളിതമായിട്ടുള്ള 3 കാര്യങ്ങളാണ്, പക്ഷേ ഭയങ്കര സ്ട്രോങ് ആണ്. അത്യന്തം ശക്തമായിട്ടുള്ള 3 കാര്യങ്ങളാണ് അദ്ദേഹത്തെ നയിച്ചത്. ദേ ഹാവ് ഗവേൺഡ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെ നയിച്ചത് ഈ 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ദ ലോങ്ങിങ് ഫോർ ലവ്. സ്നേഹത്തിനോടുള്ള അതിയായ ആഗ്രഹമാണ്. രണ്ടാമത്തേത് ദ സെർച്ച് ഫോർ നോളജ്, അതായത് അറിവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സെർച്ച് ഫോർ നോളജ് ആൻഡ് അൺബിയറബിളി പിറ്റി ഫോർ ദ സഫറിങ്സ് ഓഫ് മാൻകൈൻഡ്, അതായത് മനുഷ്യരുടെ ദുഃഖത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള കരുണയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ദീസ് പാഷൻസ് ലൈക്ക് ഗ്രേറ്റ് വിൻഡ്സ് have blown me hither and thither.
അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ 3 ആഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിലുടനീളം പല വഴികളിലൂടെ മുന്നോട്ട് നയിച്ചത്. In a wayward course over a great ocean of anguish, reaching to the very verge of despair. അപ്പോൾ അദ്ദേഹം പറയാണ്, ചിലപ്പോൾ അവ എന്നെ സന്തോഷത്തിലേക്കും ചില സമയങ്ങളിൽ ദുഃഖത്തിലേക്കുമൊക്കെ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ 3 പാഷൻസ്. I have sought love first because it brings ecstasy so great that I would often have sacrificed all the rest of life for a few hours of this joy. അദ്ദേഹം പറയാണ്, ആദ്യം അദ്ദേഹം തേടിയത് എന്തിനെയാണ്? ആ സ്നേഹത്തെയാണ് തേടിയത്. കാരണം എന്താ? സ്നേഹം ജീവിതത്തിൽ വളരെ വലിയ സന്തോഷം നൽകുന്നു, വളരെ അത്യന്തമായ ആനന്ദം അദ്ദേഹത്തിന് നൽകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിലെ മറ്റെല്ലാം അദ്ദേഹം ത്യജിക്കാൻ തയ്യാറായിരുന്നു എന്നാണ് പറയുന്നത്. I would often have sacrificed all the rest of life for a few hours of this joy. കുറച്ചു നേരത്തെ സന്തോഷത്തിന് വേണ്ടി എല്ലാം അദ്ദേഹം സാക്രിഫൈസ് ചെയ്യാൻ, എല്ലാം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. I have sought it next because it relieves loneliness, that terrible loneliness in which one shivering consciousness looks over the rim of the world into the cold, unfathomable, lifeless abyss. അദ്ദേഹം പറയാണ്, രണ്ടാമതായി സ്നേഹം ഏകാന്തതയെ അകറ്റുന്നു. അതായത് ഒറ്റപ്പെട്ട ജീവിതം വളരെ വേദനാജനകമാണ്. അതുപോലെ തന്നെ സ്നേഹം ആ വേദന കുറയ്ക്കുകയും മനസ്സിന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. I have sought it finally because in the union of love I have seen in a mystic miniature the prefiguring vision of the heaven that saints and poets have imagined. That is what I sought, and though it might seem too good for human life, this is what at last I have found. അപ്പോൾ അദ്ദേഹം പറയാണ്, മൂന്നാമതായി യഥാർത്ഥ സ്നേഹത്തിന് ഞാൻ സ്വർഗത്തിൻ്റെ ചെറിയ ദൃശ്യം കണ്ടു. പിന്നെ വിശുദ്ധരും കവികളും സ്വർഗത്തെ എങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു ചെറിയ അനുഭവം സ്നേഹത്തിൽ ലഭിക്കാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്ന് പറയാണ്. ഞാൻ തേടിയ ഈ സ്നേഹം ഒടുവിൽ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം തേടിക്കൊണ്ടിരുന്ന സ്നേഹം അവസാനം അദ്ദേഹത്തിന് ലഭിച്ചുവെന്നാണ് പറയുന്നത്. വിത്ത് ഈക്വൽ പാഷൻ ഐ ഹാവ് സോട്ട് നോളജ്. സ്നേഹത്തോടൊപ്പമുള്ള അതേ തീവ്രതയോടെ ഞാൻ എന്തിനേയും തേടി? നോളജ്, അറിവിനെയും തേടി. ഐ ഹാവ് വിഷ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹേർട്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ എന്താണ്? മനുഷ്യരുടെ മനസ്സിനെ മനസ്സിലാക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഐ ഹാവ് വിഷ്ഡ് ടു നോ വൈ ദ സ്റ്റാർസ് ഷൈൻ. നക്ഷത്രങ്ങൾ എന്തുകൊണ്ട് പ്രകാശിക്കുന്നു എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. ആൻഡ് ഐ ഹാവ് ട്രൈഡ് ടു അപ്രഹെൻഡ് ദ Pythagorean power by which number holds sway above the flux. A little of this, but not much, I have achieved. അപ്പോൾ അദ്ദേഹം പറയാണ്, ലോകത്തിലെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന സംഖ്യകൾ, അതാണ് പൈതഗോറിയൻ പവർ. സോ സംഖ്യകളുടെ ശക്തിയെ മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ചു. ഇതിലെ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, എന്നാൽ എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പറയുന്നത്, ലവ് ആൻഡ് നോളജ് സോ ഫാർ ആസ് ദേ വർ പോസിബിൾ ലെറ്റ് അപ്വേർഡ്സ് ദ ഹെവൻസ്. അപ്പോൾ പറയാണ്, സ്നേഹവും അറിവും എന്നെ ഉയർന്ന ചിന്തകളിലേക്കും നല്ല ജീവിതത്തിലേക്കും നയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് ഓൾവേസ് പിറ്റി ബ്രോട്ട് മീ ബാക്ക് ടു എർത്ത്. എന്നാൽ മനുഷ്യരുടെ ദുഃഖം കണ്ടപ്പോൾ എല്ലാം എൻ്റെ മനസ്സ് വീണ്ടും ഭൂമിയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും തിരിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. എക്കോസ് ഓഫ് ക്രൈസ് ഓഫ് പെയിൻ റിവർബ്രേറ്റ് ഇൻ മൈ ഹേർട്ട്. എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ വേദനയുടെ കാര്യമാണ്. ഭൂമിയിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ച ആ ഒരു വേദനയുടെ കാര്യത്തെയാണ് അദ്ദേഹം പറയുന്നത്. ചിൽഡ്രൻ ഇൻ ഫെമൈൻ, victims tortured by oppressors, helpless old people, a burden to the young, and the
whole world of loneliness, poverty, and pain make me a mockery of what human life should be. I long to alleviate this evil, but I cannot, and I too suffer. അദ്ദേഹം പറയാണ്, വിശന്നു കിടന്ന കുട്ടികൾ, ക്രൂരമായി പീഡിക്കപ്പെട്ട മനുഷ്യർ, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന വയോധികർ, ഏകാന്തത, ദാരിദ്ര്യം, വേദന എന്നൊക്കെ കാണുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനുഷ്യജീവിതം ഇങ്ങനെയാകരുത് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. സോ അവരുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആരാഗ്രഹിച്ചു? ബർട്ടൺ റൂസൽ ആഗ്രഹിച്ചു. പക്ഷേ അതെല്ലാം ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? ബർട്ടൺ റൂസലിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരുടെ വേദന അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ദിസ് ഹാസ് ബീൻ മൈ ലൈഫ്. അദ്ദേഹം പറയാണ്, ഇങ്ങനെ ആയിരുന്നു എൻ്റെ ജീവിതം. I have found it worth living and would gladly live it again if the chance were offered me. അദ്ദേഹം പറയാണ്, ഈ ജീവിതം ജീവിച്ചത് വിലപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ജീവിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അതേ ജീവിതം സന്തോഷത്തോടെ വീണ്ടും ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ബർട്ടൺ റൂസൽ പറയുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോലോഗ്. ഓട്ടോബയോഗ്രഫിയിലേക്ക് കിടക്കുന്നതിന് മുൻപുള്ള പ്രോലോഗ് ഇതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.